ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങളും ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവിക ഇടപെടലുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ പോകുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് തുടർന്നുള്ള വചന ശുശ്രൂഷ സമയത്ത് കർത്താവെ ഒരു പുതിയ കൃപയാൽ ഞങ്ങളെ നയിക്കണം. കർത്താവ് ഞങ്ങളുടെ ചിന്തകളെയും വികാര വിചാരങ്ങളെയും ആലോചനകളെയും കർത്താവ് വിശുദ്ധീകരിക്കണം. കരങ്ങൾ ഉയർത്തി നമുക്കെല്ലാവർക്കും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ ഇടപെടണമേ. ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകളടിച്ച് ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കൃപ ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. ആമേൻ. ചിറകുള്ള ആത്മാവേ ആശ്വാസദായകനേ ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവ ചൈതന്യമേ ആത്മാവേ. ചിറകുള്ള ആത്മാവേ ആശ്വാസദായകനേ ജീവനദിയായി വിളഞ്ഞു കവിയും ദൈവ ചൈതന്യമേ ആത്മാവേ. ദൈവ ചൈതന്യമേ ആത്മാവേ നിറഞ്ഞിടുക വന്നു കവിഞ്ഞിടുക എൻ ഹൃദയത്തിൽ വന്നിടുക. പടം നിറഞ്ഞിടുക നിറഞ്ഞിടുക വന്നു കവിഞ്ഞിടുക എൻ ഹൃദയത്തിൽ വന്നിടുക. എല്ലാവരും രണ്ടു കരങ്ങളും ഉയർത്തി ഈശോയെന്നൊന്ന് വിളിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഒരു പുതിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. വലിയ ദൈവാഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് ഓരോരുത്തരുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. The mighty anointing. കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈ ശുശ്രൂഷ സമയത്ത് ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗം മനസ്സിൽ ഓർത്തൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും അങ്ങ് ഇടപെടണം. നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയം ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ലോകമെമ്പാടും അനേക ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഞങ്ങൾ വിശ്വസിച്ചത് ഏറ്റെടുക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഇത് സംഭവിക്കണമേ. നമ്മുടെ നിയോഗത്തിൽ ദൈവം ഇടപെടും, നമുക്ക് വിശ്വസിക്കാം.
ആ വിശ്വാസം പരിശുദ്ധ അമ്മ വഴി നമ്മൾ ചേർത്ത് വയ്ക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ളത് സുവിശേഷ വചന ശുശ്രൂഷയാണ്. അപ്പോൾ ദൂരങ്ങളിലൊക്കെ മാറി നിൽക്കുന്നവർ കൂട്ടായ്മയോട് ചേർന്ന് വരിക. ആദ്യമായിട്ടൊക്കെ വന്നിട്ടുള്ളവരുണ്ടാകും. പ്രത്യേകം ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ. ബൈബിൾ ഉള്ളവര് ബൈബിൾ തുറക്കുക. നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ എഴുതണം. ചില വചനങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനമായിട്ട് നൽകുമ്പോൾ അത് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് അത്രയും മുതൽക്കൂട്ടുള്ള വലിയൊരു സമ്പത്തായിട്ട് ഈ വചനത്തെ നമ്മൾ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കുന്ന ഒരു വചനം വിശുദ്ധ പൗലോസ്ലീഹായിലൂടെയാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ബൈബിൾ ഉള്ളവരും തുറന്നേ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 13-ാം തിരുവചനമാണ് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് സമ്മാനിച്ചിരിക്കുന്നത്. സെന്റ് പോൾസ് ലെറ്റർ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 13, 3-ാം അധ്യായം 13-ാം തിരുവചനം കേട്ടോ. 13-ാം തിരുവചനം ബൈബിൾ ഉള്ളവരൊക്കെ ബൈബിൾ തുറക്കണം. 13-ാം തിരുവചനം ഇങ്ങനെയാണ്: സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നും കൂടെ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണേ. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കി എന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. പൗലോസ്ലീഹ ഇവിടെ ഇരിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ബോധ്യമാണ്. പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ ഒരു ഓട്ടത്തിലാണ്. ഞാനൊരു ഓട്ടത്തിലാണ്. ഇപ്പം ചിലർ ചിന്തിക്കുന്നുണ്ട്, ശരിയാണ് എൻ്റെ അച്ഛാ, എൻ്റെ ജീവിതം ഓട്ടം, ഓടിക്കൊണ്ടേയിരിക്കുന്നു, ഓട്ടത്തിലാണ്. നമ്മളെല്ലാവരും തന്നെ പലവിധ ഓട്ടത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയുന്നു, ഞാനും ഒരു ഓട്ടത്തിലാണ്. പക്ഷെ പൗലോസ്ലീഹ ഈ ഓട്ടത്തിൽ എടുക്കുന്ന ഒരു നിലപാട് നമ്മൾ ശ്രദ്ധിക്കണം. വചനം പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു, ഞാൻ മുന്നേറുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു. നിങ്ങൾ ഓട്ടമത്സരം കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഓട്ടമത്സരത്തിൽ ഓട്ടക്കാരൻ ഓടാൻ നിൽക്കുന്ന നിൽപ്പ് കണ്ടിട്ടുണ്ടോ? എങ്ങനെ നിൽക്കണേ? മുമ്പോട്ടാഞ്ഞാണ് നിൽക്കുന്നത്. അതേസമയം ചിലരിങ്ങനെ പുറകോട്ടാഞ്ഞാണോ നിൽക്കുന്നത്? അല്ലല്ല, മുമ്പോട്ടാഞ്ഞാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ടാണ് പോകുന്നത്, മുമ്പോട്ടാണ് പോകേണ്ടത്. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയാണ്, ഈ ഓട്ട മത്സരത്തിൽ നിവർന്നിരുന്നേ, ഓടാൻ തയ്യാറായിക്കണം. ഓടാൻ പോയിട്ട് നടക്കാൻ പോലും മേല, ഓടാൻ തയ്യാറായിക്കണം. ഓടാനുള്ളവർ ശ്രദ്ധിച്ചോ, നിന്റെ ജീവിതത്തിൽ നീ മുമ്പോട്ടോടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പൗലോസ്ലീഹ പറയാണ്, പിന്നിലുള്ളവയെ വിസ്മരിക്കണം, പിന്നിലുള്ളവയെ മാറ്റി നിർത്തണം, എന്നിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി നീ ഓടണം. ഹല്ലേലൂയാ. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൗലോസ്ലീഹ നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? നീ മുമ്പോട്ട് പോണം. പറഞ്ഞേ, നീ മുമ്പോട്ട് പോണം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നീ മുമ്പോട്ട് പോണം. പറ, നീ മുമ്പോട്ട് പോണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൗലോസ്ലീഹ ഇത് പറയുമ്പോൾ പൗലോസ്ലീഹ എവിടെ ഇരുന്നു കൊണ്ടാണ് ഈ എഴുതുന്നതെന്നറിയാവോ? പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനം എഴുതുന്നത് ജയിലിനുള്ളിൽ കിടക്കുമ്പോഴാണ്. പറ്റിയ സ്ഥലം. ജയിലിനുള്ളിൽ കിടക്കുമ്പോൾ പറയാൻ പറ്റിയ കാര്യം.
പൗലോസ്ലീഹ പറയുവാണ്, ദേ എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്, പക്ഷേ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, ഞാനിവിടെ ജയിലിലാണല്ലോ, ഞാനിങ്ങനെ പെട്ടുപോയല്ലോ, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്ന് കരുതി ഞാൻ പുറകോട്ട് പോകാൻ തയ്യാറല്ല. ഞാൻ മുമ്പോട്ട് പോകാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാണ്. കാരണം എൻ്റെ മുമ്പിൽ യേശുക്രിസ്തുവുണ്ട്. ഈ യേശുക്രിസ്തുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഞാൻ ഓടാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയാ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരും സ്വയം ചിന്തിക്കണം. നമ്മുടെ അവസ്ഥയും പൗലോസ്ലീഹ ജയിലിൽ കടന്നതുപോലെ സമാനമായ ചില അവസ്ഥകളിൽ കിടക്കുന്നവരാണ് നമ്മളിൽ പലരും. ചില തടവറയ്ക്കകത്താണ് കിടക്കുന്നത്. പെട്ടുകിടക്കുന്ന അവസ്ഥയുണ്ട്, രക്ഷയില്ലാത്ത അവസ്ഥയുണ്ട്, ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെ കിടക്കുന്ന ഓരോരുത്തരും വചനം പഠിപ്പിക്കുന്നു. പൗലോസ്ലീഹ നിന്നെ പഠിപ്പിക്കുന്നു, നീ മുമ്പോട്ട് പോവണം. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകര ഉയർത്തി ഒച്ചത്തി പറഞ്ഞ ഞാൻ മുമ്പോട്ട് പോവണം. ആഗ്രഹം വേണം, ആഗ്രഹത്തിനനുസരിച്ച് പറ, ഞാൻ മുമ്പോട്ട് പോവണം. ഹല്ലേലൂയാ. കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു സഹോദരി വളരെ ഭാരപ്പെട്ടാണ്, ഭയവും നിരാശയും ദുഃഖവും. കാരണമുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സ്ത്രീ പറഞ്ഞ, അച്ഛാ 3 തവണ അബോർട്ടഡായിപ്പോയി, 3 തവണ ഗർഭം അലസിപ്പോയി. അച്ഛാ, ഇനി എനിക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റുമോ? ഇനി ഞാൻ ഗർഭവതിയാകുമോ? ഇനി എൻ്റെ ജീവിതം എന്താവും? നിരാശയും ദുഃഖവും ഭയവും. ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ ഈ സ്ത്രീ സ്റ്റക്കായിട്ടിരിക്കുകയാണ്, പെട്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതം തീർന്നു, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? തലയ്ക്കകത്ത് നിരാശയും ദുഃഖവും ഭയവും. സമാനമായ അനേകം അനുഭവങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. മറ്റൊരു പെൺകുട്ടി പരീക്ഷ പലതവണ എഴുതി പരാജയപ്പെട്ടിട്ട് ഇവളിപ്പോൾ സ്വയം ചിന്തിക്കുന്നത്, ഞാൻ ഇനി പരീക്ഷ എഴുതിയാൽ ജയിക്കുകയില്ല. ഇവൾ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവൾ തന്നെ ഇവളുടെ ഉള്ളിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ്, ഞാനിനി എത്ര പരീക്ഷ എഴുതിയാലും ജയിക്കത്തില്ല. അപ്പം ഈ പെൺകുട്ടി ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? എന്തെല്ലാം ചെയ്താലും അത് അനുഗ്രഹമാവുന്നില്ല. മറ്റൊരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഞാൻ എന്ത് ചെയ്താലും അതെല്ലാം കുളമാവും. ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് ഒരുപക്ഷെ ഇപ്പം ചിന്തയുണ്ടാവും, എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാ അച്ഛാ, ഞാൻ എന്ത് തൊട്ടാലും അത് കുളമാവും. അങ്ങനെയുള്ളവരുണ്ടോ? അല്ലേ? ചിലർ പറയത്തില്ല, ഞാൻ എന്ത് നട്ടാലും അത് കിളിക്കുകയില്ല, ഞാൻ എന്ത് കാര്യം ചെയ്താലും അത് ഗുണം പിടിക്കുകയില്ല, ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് വിജയിക്കത്തില്ല, ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു. ഇതാ ഈ വചന ശുശ്രൂഷ സമയത്ത് ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഈ തടവറയിൽ പൗലോസ് കിടക്കുന്നത് പോലെ കിടക്കുന്ന അവസ്ഥയുള്ള ഓരോരുത്തരോടും പൗലോസ്ലീഹ പറയുന്നത്, പഠിപ്പിക്കുന്നത്, നീ ഒരു ക്രിസ്ത്യാനിയാണോ? നിന്റെ തലയിൽ മാമോദീസ ജലം വീണിട്ടുണ്ടല്ലോ. നീ അറിയേണ്ട കാര്യം, നീ പിന്നിലുള്ളത് വിസ്മരിച്ചിട്ട് നീ മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി നീ ഓടണം. ശ്രദ്ധ പറ ഹല്ലേലൂയാ. നീ മുമ്പോട്ട് പോണം. നീ എങ്ങോട്ട് പോണം? നീ പുറകോട്ട് പോകരുത്. നീ മടി പിടിച്ച് നിൽക്കരുത്. നീ മടിച്ചിയാവരുത്, മടിയനാവരുത്. നീ മുമ്പോട്ട് പോവണം. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, നീ മടിയനാവരുത്, മടിച്ചിയാവരുത്. പറഞ്ഞു കൊടുത്തേ. ചില മടിച്ചുകളും മടിയന്മാരൊക്കെ ഇരിപ്പുണ്ട്, അല്ലേ? ഓ എന്നതാ, എന്തൊരു ജീവിതം, തട്ടിയും മുട്ടിയും ഇങ്ങനെയൊക്കെ പോകുന്നു, അല്ലേ? അതല്ലെന്ന് പൗലോസ്ലീഹ ഇത് പറയുമ്പോൾ, ജയിലിനുള്ളിൽ കിടക്കുമ്പോൾ നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കണം, കർത്താവേ ഇതെനിക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്, ഇതെനിക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന എനിക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന വചനമാണ്. ഞാൻ മുമ്പോട്ട് പോവണം. അതുകൊണ്ടാണ് യേശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18-ാം തിരുവചനം ഒരു കാര്യം പഠിപ്പിക്കും. ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 43 വേഴ്സ് 18. 43-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം.
43:18 എടുത്ത് വായിച്ചോ. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. കണ്ടോ കണ്ടോ കണ്ടോ, ഒന്നും കൂടെ വായിച്ചേ. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാ കൃത്യമായി യേശയ്യാ പ്രവാചകൻ നമ്മുടെ സ്വഭാവം തിരിച്ചറിഞ്ഞ് പറയുക, നീ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണ്ട. അതാ പൗലോസ്ലീഹ പറഞ്ഞത്, ഞാൻ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർക്കും തോറും നമ്മൾ വിഷമിക്കാൻ തുടങ്ങും, സങ്കടപ്പെടാൻ തുടങ്ങും. നമുക്ക് പറ്റിയ തെറ്റുകൾ, നമുക്ക് പറ്റിയ കുറേ തെറ്റായ ആലോചനകൾ, ജീവിതം, ബന്ധ തകർച്ചകൾ, നമുക്കുണ്ടായ അപകടങ്ങൾ, വീട്ടിലുണ്ടായ മരണങ്ങൾ, നമ്മളിങ്ങനെ ഇന്നലകളെക്കുറിച്ച് ഓർക്കും തോറും നമ്മൾ വിഷമിക്കാൻ തുടങ്ങും, ഭാരപ്പെടാൻ തുടങ്ങും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കേണ്ട, നീ ഭയപ്പെടുകയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു. നീ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കണ്ട. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, കഴിഞ്ഞത് കഴിഞ്ഞു. പറ, കഴിഞ്ഞത് കഴിഞ്ഞു. ആ, ഇത് പുറകിലിരിക്കുന്നവരാ. കഴിഞ്ഞത് കഴിഞ്ഞു, അത് പോയി. കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മുടെ പ്രത്യേകത എന്താ? നമ്മളിങ്ങനെ ഓർത്തോണ്ടിരിക്കും. എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവും ഇല്ലാന്ന് മാത്രമല്ല, ഓർക്കും തോറും ആ വിഷയം നിന്നെ ഭാരപ്പെടുത്താൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോട് ആരെങ്കിലും ഒരു വിഷമം പിടിച്ചൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു, ആ പറഞ്ഞ ആള് പോയി. പിന്നെ ഈ പറഞ്ഞതല്ല എവിടെ കിടക്കുന്നു? നമ്മുടെ തലയിൽ കിടക്കുന്നു. പിന്നെ ഇത് ആലോചിച്ചു കൊണ്ടേയിരിക്കും. പറഞ്ഞയാള് പറഞ്ഞിട്ട് പോയി, അയാൾ അടുത്ത കാര്യത്തിൽ ഇടപെട്ടു. നമ്മൾ നാളുകൾ കഴിഞ്ഞിട്ടും അതിങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നു. അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും തോറും ആരെയാണത് അസ്വസ്ഥപ്പെടുത്തുന്നത്? പറഞ്ഞയാളെയാണോ നിന്നെയാണോ? നിന്നെയാണ്. നിന്റെ ഉള്ളിലാണ് ഈ വിഷമം, നിന്റെ ഉള്ളിലാണ് ഈ സങ്കടം. ഇത് നീ ഓർത്തുകൊണ്ടേയിരിക്കും. അത് നിന്നെ അപകടത്തിലേക്ക് നയിക്കും. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കണ്ട. പാസ്റ്റ് ഈസ് പാസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്തു തന്നെയാണെങ്കിലും നീ മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി, ഈശോയെ ലക്ഷ്യമാക്കി നീ മുമ്പോട്ടോടണമെന്ന്. ആ വചനങ്ങളൊന്ന് വായിച്ചാലോ? പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12 മുതലുള്ള വചനം. ലക്ഷ്യത്തിലേക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ലക്ഷ്യത്തിലേക്ക്. വചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാനിത് പരിപൂർണനാണെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വെളിയാവുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. ഹല്ലേലൂയാ. ഒരു ക്രിസ്ത്യാനി എടുക്കേണ്ട നിലപാടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ദൈവമകനും ദൈവമകളും കൃത്യമായിട്ട് തലയ്ക്കകത്തുറപ്പിക്കേണ്ട മേഖലയാണ് തിരുവചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നീ ഇന്നലകളിലെ സംഭവങ്ങളിൽ നീ ഭാരപ്പെട്ട് നീ അതിലിങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കരുത്. നീ മുമ്പോട്ട് പോവണം. കാരണം യേശു ക്രിസ്തു ഇതാ നിന്റെ മുമ്പിൽ. യേശു ക്രിസ്തുവിനെ കണ്ട് നീ മുമ്പോട്ട് ചരിക്കണം. വലതുകര ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പൊ നമ്മുടെ മുമ്പോട്ട് നമ്മളെ ചലിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവാണ്. ഹെബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 2-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 2. 12-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. കണ്ടോ എങ്ങനെ ഓടണം? നമ്മുടെ ഓട്ടം, ഈ ഓട്ടം എങ്ങനെയാ? നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശു ക്രിസ്തുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവ്യ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അവൻ
അവരോധിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഓട്ടത്തിൽ നമ്മുടെ മുമ്പിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. അത് യേശു ക്രിസ്തുവാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. പറഞ്ഞേ ആമേൻ, ആമേൻ. ഇപ്പൊ നമ്മൾ 3-4 കാര്യങ്ങൾ തിരിച്ചറിയുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതം ഒരു ഓട്ടമാണ്, അല്ലേ? ഓട്ടമാണ്. ഈ ഓട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നിലുള്ളവയെ നമ്മൾ ഓർത്തോണ്ടിരിക്കാതെ മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി നമ്മൾ ഓടണം. ഈ ഓട്ടത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. ഒരു വചനം കൂടെ ഒന്ന് വായിച്ചേ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ വായിച്ച വചനമാണ്. 14-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 3:14 ഒന്നും കൂടെ വായിച്ചേ. നല്ല വചനമാണ്, വായിച്ചോ. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിന്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് ഞാൻ പ്രയാണം ചെയ്യുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളത് പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു കാര്യം ബോധ്യതലത്തിലേക്ക് എത്തുന്നത്, ഇന്നലകൾ എന്ന് പറയുന്നത് ഒരു പാഠമാണ്. യെസ്റ്റർഡേ ഈസ് എ ലെസൺ. ഇന്നലകൾ എന്നുള്ളത് ഒരു പാഠമാണ്. എന്റെ കൂട്ടത്തിൽ പറഞ്ഞ ഇന്നലെ എന്നത് ഒരു പാഠമാണ്. ഇന്നലെ എന്നത് ഒരു പാഠമാണ്. ടുഡേ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഇന്ന് എന്നുള്ളത് ഒരു അവസരമാണ്. പറഞ്ഞ ഇന്ന് എന്നുള്ളത് ഒരു അവസരമാണ്. ഇന്ന് എന്നുള്ളത് ഒരു അവസരമാണ്. ടുമോറോ ഈസ് ഇൻ ഗോഡ്സ് ഹാൻഡ്. അതായത് നാളെ എന്നുള്ളത് ദൈവത്തിന്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. നാളെ എന്നുള്ളത് ദൈവത്തിന്റെ കയ്യിലാണ്. പറഞ്ഞേ, നാളെ എന്നുള്ളത് ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഇന്നലെ എന്നുള്ളത് എന്താണ്? ഒരു പാഠമാണ്. നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു. ഇന്നലകളിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉദാഹരണത്തിന്, നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി. അപ്പോൾ ഉടനെ തന്നെ അയ്യോ എനിക്കിത് പറ്റിപ്പോയി എന്ന് നമ്മൾ നമ്മളോട് പറയാനല്ല, മറിച്ച് നമ്മൾ നമ്മളോട് പറയേണ്ട കാര്യം, ഞാൻ ഈ തെറ്റിൽ നിന്ന് എന്തു പഠിച്ചു എന്നുള്ളതാണ്. പിടികിട്ടിയോ? നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം എന്താ? എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയി. ഇതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? അത് ഏത് വിഷയമായിക്കൊള്ളട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഏത് വിഷയമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് പറ്റിപ്പോയി, അത് പറഞ്ഞുകൊണ്ട് അയ്യോ എനിക്കിങ്ങനെ പറ്റിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, മറിച്ച് എനിക്ക് ഇങ്ങനെ സംഭവിച്ച ഈ സംഭവത്തിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യെസ്റ്റർഡേ ഈസ് എ ലെസൺ. ഇന്നലെ എന്നുള്ളത് ഒരു പാഠപുസ്തകമാണ്. നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന പാഠപുസ്തകം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് എന്നുള്ളത് ഒരു അവസരമാണ്, ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു, ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു. ഇത് എനിക്ക് കർത്താവ് തന്ന ഒരു അവസരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിയുന്നുണ്ടോ? ഇതെനിക്ക് കർത്താവ് തന്ന ഒരു അവസരമാണ്. നാളെ ഈ അവസരം ഉണ്ടാവുമോ എന്നറിഞ്ഞോ? അറിയത്തില്ല. ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛൻ എന്നോട് പറഞ്ഞു, ഇന്നൊരു ക്ലാസ് എടുക്കാമോ? അപ്പോൾ ഞാൻ അച്ഛനോട് പറയുവാണ്, അച്ഛാ ഇന്ന് എനിക്ക് പറ്റത്തില്ല, ഇന്ന് എനിക്കൊരു മൂഡില്ല, അടുത്ത ആഴ്ച ഞാൻ ക്ലാസ് എടുക്കാം. അടുത്ത ആഴ്ച ക്ലാസ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പിടുത്തമില്ല. ഇന്ന് എനിക്കൊരു അവസരം കിട്ടി, ഈ അവസരം ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരുന്നുകൊണ്ട് വചനം കേൾക്കുന്നവർ ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് പല സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് വചനം കേൾക്കാം, വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം, വേണമെങ്കിൽ വീട്ടിൽ പോകാം, വേണമെങ്കിൽ അങ്ങോട്ട് നോക്കി ഇരിക്കാം. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് പല സ്ഥലത്താവാം. ഇത് നിങ്ങളുടെ ഒരു സാധ്യതയാണ്. അപ്പം ഇതിനിടയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വചനം കേൾക്കാൻ നിങ്ങൾ എടുക്കുന്ന ഈ അവസരത്തെ ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഹല്ലേലൂയാ. വചനം കേൾക്കാൻ ഇന്ന് ഈ പോട്ടാശ്രമത്തിൽ എത്തി എന്നുള്ളത് ഒരു അവസരമാണ്. ഇറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. നാളെ കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ നാളെ ഉണ്ടാവുമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇല്ലെന്ന് സത്യമല്ലേ? നാളെ എന്താവും എന്നുള്ളത് ഒരു പിടുത്തമില്ല. ഇന്ന് എന്താണോ നിനക്കൊരു അവസരം കിട്ടി, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന്, ഇപ്പോൾ, ഈ സമയം.
നിനക്കൊരവസരം കിട്ടി, അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വലതുകൈയുയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം കർത്താവ് ഒത്തിരി പേരെ അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തുന്നു. കർത്താവ് വലിയ വിഷമത്തിലൂടെ കടന്നു പോകുന്നവരെ അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തുന്നു. രാത്രികാലങ്ങളിലൊക്കെ ഒറ്റയ്ക്കിരുന്ന് വലിയ വായിൽ നിലവിളിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു സ്ത്രീ വലിയ സങ്കടത്തിലാണ്. കർത്താവ് ആ സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നു. ആരും എൻ്റെ വിഷമം അറിയുന്നില്ല എന്നാണ് ആ സഹോദരിയുടെ വിഷമം. ഈശോ പറയുന്നു, എനിക്ക് നിന്റെ വിഷമം അറിയാം, എനിക്ക് നിന്റെ വിഷമം അറിയാം. നീ വിഷമിക്കേണ്ട, അസ്വസ്ഥപ്പെടേണ്ട, നിനക്ക് മുന്നോട്ട് നീങ്ങാനുള്ള വഴികളാണ് തുറക്കപ്പെടുന്നത്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ആലീസ് എന്ന പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് പേരെടുത്ത് അനുഗ്രഹിക്കുന്നു. പലതവണ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു, ഇനി എൻ്റെ ജീവിതം പരാജയമാണെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവ് പറയുന്നു, മുമ്പോട്ട് നീങ്ങുക, മുമ്പോട്ട് നീങ്ങുക. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, നീ മുമ്പോട്ട് നീങ്ങുക. ഓരോരുത്തരും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥകളെ സമർപ്പിക്കുക. മനസ്സിൽ വലിയ ഭാരം, ചില ആലോചനകൾ, ചില കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കർത്താവ് നിന്റെ മനസ്സിന് ബലം നൽകട്ടെ. പ്രാർത്ഥിക്കുക. ഓരോരുത്തർക്കും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ മനസ്സിന് കർത്താവ് ബലം നൽകട്ടെ. നീ വീണ് പോകരുത്, നീ വീണ് പോകരുത്. നിന്റെ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളതിൽ നീ ഇന്ന് വിഷമിച്ചുകൊണ്ടിരിക്കരുത്. കർത്താവ് ഒരു നേഴ്സിനോടാണ് പറയുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്നൊരു സഹോദരി, നഷ്ടപ്പെട്ട ജോലി, ഇനി എന്തു ചെയ്യും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് പറയുന്നു, മുന്നോട്ട് നീങ്ങുക. കർത്താവ് പറയുന്നു, മുന്നോട്ട് നീങ്ങുക. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരു വീട് പണി പൂർത്തിയാക്കാൻ പറ്റാത്തതിൽ വിഷമിക്കുന്ന ഒരു കുടുംബം, കർത്താവ് നിനക്ക് വേണ്ടി വഴികൾ തുറക്കുന്നു. കർത്താവ് നിന്റെ ഭാരം മാറ്റുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് നെറ്റി ഇടിച്ച് വീണതിന് ശേഷം ശക്തമായ വേദനയും അസ്വസ്ഥതയും. അത് കാരണം തലവേദന, ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഉത്തരവാദിത്തത്തോടുകൂടെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ വിഷമിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് പ്രത്യേകമായിട്ട് സൗഖ്യപ്പെടുത്തി അടയാളം നൽകുകയാണ്. കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരിൽ, പ്രത്യേകിച്ച് ഒരു റെവറൻഡ് സിസ്റ്റർ, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന റെവറൻഡ് സിസ്റ്ററെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ഈശോ നിന്നിൽ ഇടപെടുകയാണ്. ഈശോയുടെ കാരുണ്യം നിന്നിൽ ഒഴുകുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. മനസ്സിൻ്റെ ഭാരങ്ങളിൽ കർത്താവ് ഇടപെടുന്നു. കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ യേശുക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുന്നു. കർത്താവെ മുമ്പോട്ട് നീങ്ങാനുള്ള കൃപ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നെറ്റിയിൽ കുരിശടയാളം വരച്ചോ, സ്വയം ഏറ്റെടുക്കുക. ഈ പറഞ്ഞതെല്ലാം മുട്ടുകുത്തുക. തുടർന്ന് പരിശുദ്ധ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ടാണ് മുട്ടുകുത്തി കരങ്ങൾ കൂപ്പുന്നത്. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങൾ ആയിരിക്കുന്നിടങ്ങളിൽ സാധിക്കുമെങ്കിൽ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പുക. ഈ സമയം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള കൃപ. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് ഏതെങ്കിലും കാര്യങ്ങളിൽ വിഷമിക്കുന്നവരോടാണ് ഈ ആശീർവാദം പറയുന്നത്. മുന്നോട്ട് നീങ്ങുക. ആ വലിയ വിശ്വാസത്തോടുകൂടെ കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് ഈ ആശീർവാദ പ്രാർത്ഥന സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ